ഹലോ സുഹൃത്തുക്കളെ, ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല കാണാന്. ഇവിടുത്തെ ഈ ചപ്പ് എടുത്തു പോയതുണ്ടോ, അല്ലെങ്കിൽ നല്ല പച്ചപ്പിലാവുമ്പോ നല്ല രസം ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങള് നമ്മളെ നാട്ടിലൊക്കെ വരുമ്പോഴേ ഈ സ്ഥലമൊക്കെ ഞങ്ങൾ വന്ന് കാണിച്ചാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഓട്ടർഷ വേണം, വണ്ടി വേണം എന്നൊക്കെയാ പറയണത്. ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ എങ്ങനെ സിയാബെ ഓട്ടർഷ കൊണ്ടുവരാ? അനക്ക് പൈങ്ങളൊക്കെ ഇങ്ങോട്ട് അനക്ക് പൈച്ചിനുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ. ഇത് എന്തിനാ ഇവിടെ കെട്ടി നോക്കിക്കണത്? ആനൊക്കെ വരുമ്പോഴേ ഇതിമ്മ തട്ടുമ്പോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അപ്പോ ഈ ലൈൻസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കും. അതിനാണ് ഇതോടെ ചെയ്യുന്നുണ്ട്. എന്താ എസ് ഒക്കെ എഴുതണേ? എന്റെ പേര് വേറെ കുട്ടിന്റെ പേരാണോ? ഓന്റെ പേരാ അത്രേ. ഹലോ സുഹൃത്തുക്കളെ, ഇതെന്താ സംഭവം എന്നറിയോ? നമ്മള് ഈ ചെറുപ്പത്തിലൊക്കെ ഒരു കൊള്ളിയില് കുത്തിയിട്ട് ഇങ്ങനെ ഓടുമ്പോ ഇങ്ങനെ തിരിപ്പം ഓടുമ്പോ ഇങ്ങനെ കറങ്ങും. തിരിപ്പൊടി അറിയുന്ന സാധനമാണത്. ഇതിങ്ങനെ ഓടുമ്പോ കറങ്ങും. ഇതിമ ഒരുപാട് നമ്മള് ചുറ്റിയിട്ട് നമ്മള് അതാ ഈ കുരു തന്നെ, ഈ കുരു ഇതാ കണ്ടില്ലേ? ഈ കുരു തന്നെയാണ് അതിൽ കുത്തി കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോ നമുക്ക് ആ പഴയ കാലം ഓർമ്മ വരികയാണ്. മക്കൾക്ക് ആ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഹലോ സുഹൃത്തുക്കളെ, ഞാനും ഇസ്മായിലും അതുപോലെ സിയാബും ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഒരു എസ്റ്റേറ്റ് ആണ്. ഇവിടെ കാണുന്ന പിന്നെ സ്ഥലം നോക്കാണി അടിപൊളി സ്ഥലല്ലേ. ഞായറാഴ്ച ആയതുകൊണ്ട് ഓട്ടൊക്കെ കമ്മിയായി കാരണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്കാണ് കയറിയതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലത്തെ ആ കാഴ്ചകളൊന്ന് കാണാട്ടോ. ഇതിപ്പോ പിന്നെ ഇതിത്തെ തേയിലൊക്കെ നുള്ളിക്കണം കേട്ടോ. അതാണ് ഇങ്ങനെ കാണുന്നത്. നല്ല പച്ചപ്പിലാവുമ്പേ കാണാൻ നല്ല ഭംഗിയായി കാരണം. നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ആന, പുലി അതെല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. കൂടുതൽ നമ്മളെ ഭാഗത്തേക്കൊക്കെ നമ്മളെ പാക്കന ടൗണിക്കൊക്കെ ആന കയറി വരുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലം. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റ് ഉണ്ട്. സ്മൈല നോക്കി നടന്നോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാട്ടോ പണിക്കാരൊന്നുമില്ല ഈ തേയില നുള്ളാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്ത് കൂടെയാണ് പണിക്കാർ രാവിലെ 6 മണിക്ക് അതുപോലെ 7 മണി ആ ടൈമിലൊക്കെ നടന്ന് വരുന്നത് കേട്ടോ. പിന്നെ നടന്ന് ഇവിടെ വന്ന് തേയില നുള്ളാൻ വരുന്നത്. ആ ടൈമിലൊക്കെ പിന്നെ ആന, പുലി അതുപോലെ നല്ല ശല്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, അത് ഞങ്ങൾ കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരട്ടെ. നമ്മൾ പിന്നെ പഠിക്കുന്ന ടൈമിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ കുട്ടികൾ തമ്മിൽ സംസാരിക്കാറുണ്ടല്ലോ. ആ ഒരു പൂവാണ്ടത്. ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ ഇതിലത്തെ ഒരു പൂവ് പറിച്ചിട്ട് ഇതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കറുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ചെറുപ്പത്തിൽ അനക്ക് കറുത്ത പെണ്ണുങ്ങളാണ് എന്ന്. വെളുപ്പ് വന്നു കഴിഞ്ഞാൽ വെളുത്ത പെണ്ണുങ്ങളാന്ന് പറയും. ആ പൂവാണ്ടത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതാണ് ഈ എസ്റ്റേറ്റിൽ ഈ തേയിലക്കൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ, അതുപോലെ ഈ തേയിലക്ക് മരുന്നൊക്കെ അടിക്കും. മരുന്നൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന സ്ഥലമാണിട്ടത്. ആ വെള്ളമാണിത് കാണുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ മരുന്നടിക്കുന്ന ടൈമിൽ വന്നിട്ട് മരുന്ന് തീക്കാണ്ട് പാർന്നിട്ട് കലക്കിയിട്ട് മെഷീനിലെടുത്തിട്ടാണ് കൊണ്ടുപോകും. ആ ടാങ്കാണ് ഇട്ടത്. ഞങ്ങളിപ്പോൾ ഒരുപാട് ദൂരത്തുനിന്നാണ് വരുന്നത്. നമ്മളെ നാടാണ്. അതാക്കണ ആ കാണുന്നത് ആ മല, ആ മലൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഞങ്ങളെ നാട്. ഈ കാണുന്നതേ ബസ് സ്റ്റാൻഡല്ല കേട്ടോ. ഇത് നമ്മളെ തേയിലൊക്കെ നുള്ളി കഴിഞ്ഞിട്ട് ചപ്പ് തൂക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു സെഡാണിത്. ഇതിലാണ് തൂക്കുക. ഈ കുളത്തിലിട്ട് പോലെ തുലാസ് കൊടുത്തിട്ട് തൂക്കും. അതിന് ഉണ്ടാക്കിയതാണ് കേട്ടത്. ഹലോ സുഹൃത്തുക്കളെ, ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ഒരു കൊള്ളിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഓടുമ്പോ ഇങ്ങനെ തിരിപ്പം ഓടുമ്പോ ഇങ്ങനെ കറങ്ങും. തിരിപ്പൊടി അറിയുന്ന സാധനമാണിട്ടത്. ഇതിങ്ങനെ ഓടുമ്പോ കറങ്ങും. ഇതിമ ഒരുപാട് നമ്മൾ ചുറ്റിയിട്ട് നമ്മള് അതാ ഈ കുരു തന്നെ, ഈ കുരു ഇതാ കണ്ടില്ലേ? ഈ കുരു തന്നെയാണ് അതിൽ കുത്തി കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോ നമുക്ക് ആ പഴയ കാലം ഓർമ്മ വരികയാണ്. മക്കൾക്ക് ആ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ചോലാടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ചോലാടി അറിയുന്ന സ്ഥലത്തെത്തി. ഈ വഴി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ചോലാടി ഒരു ചെറിയൊരു അങ്ങാടി ഉണ്ട്, അവിടെ എത്തും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ എസ്റ്റേറ്റിൽ ചപ്പൊക്കെ നുള്ളാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് പോയോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളെ വീട്ടിലുള്ള ആളുകൾ ഉമ്മ ഉപ്പൊക്കെ ഈ തേയില നുള്ളാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അധികം ആളുകൾ ഈ ജാർഖണ്ഡ് അതുപോലെ ആസാം അവിടുന്ന് വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അവർക്ക് ജോലി ചെയ്യുക, അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു
വീട് അല്ലെങ്കിൽ ലൈൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഈ പരിസരത്തിലൊന്നും ഒരു വീട് പോലും ഇല്ല കേട്ടോ. വീട് പോലും ഇല്ലാത്ത എസ്റ്റേറ്റ് മേഖലയാണ് ഇവിടെ. ഇങ്ങനെ എങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ 2 ലൈൻസ് ഇവിടെ കാണാം. ആ 2 ലൈൻസിലാണ് ഇതിൽ തേയില നുള്ളാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്നും അതുപോലെ ആസാമിൽ നിന്നും വന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ലൈൻസാണ് കേട്ടോ. നമ്മൾ പാടി എന്ന് പറയും, നിങ്ങളൊക്കെ അവിടെ എന്താ പറയാന്നറിയില്ല. ഇതാണ് ചെറിയ ചെറിയ 2 റൂമുകൾ. ഒരു റൂമിൽ തന്നെ ഒരു ലൈൻസിൽ തന്നെ ഒരു 4-5 ഫാമിലിക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ലൈൻസാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ആ വെള്ള ടാങ്കാണ് ഈ പിന്നെ ലൈൻസിൽ താമസിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളമാണ് കേട്ടോ. അത് ഇതിലാണ് അവർക്ക് കുടിവെള്ളം കൊണ്ടുവരിക. ട്രാക്ടറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തുന്നതാണിത്. ഈ ഒരു കാഴ്ച കണ്ടോ, ഇതെന്താ സംഭവം എന്നറിയോ? കുപ്പിയാണ് കേട്ടോ. 3 കുപ്പി കെട്ടി നോക്കിക്കണേ. ഇത് എന്തിനാണ് ഇവിടെ കെട്ടി നോക്കിക്കണത്? ആനൊക്കെ വരുമ്പോഴേ ഇതിമ്മ തട്ടുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ലൈൻസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കും. അതിനാണ് ഈ പിന്നെ ലൈൻസിൻ്റെ വൈൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കെട്ടി തൂക്കിക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ കെട്ടി തൂക്കിക്കണ്ടോ കണ്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഈ സിയാബേ വീട്ടിൽ വെറുതെ ഓനെ വലിച്ചു കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഓനിക്ക് നടക്കാൻ വയ്യ, പിന്നെ ഓട്ടോറിക്ഷ വേണം, വണ്ടി വേണം എന്നൊക്കെയാ പറയണത്. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ സിയാബേ ഓട്ടോറിക്ഷ കൊണ്ടുവരിക? അനക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് അനക്ക് പൈച്ചിലുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ. ഞാനാണ് വീട്ടിൽ പെയിന്റ് അടിക്കായിരുന്നു. കൊടുന്നിട്ട് വണ്ടി പോണ സ്ഥലമാണ് പറഞ്ഞിട്ട് കൊടുന്നിട്ടാ. ഇത്ര ദൂരണ്ട് നോക്കൂ. നടവണ്ടി അതാണ് നല്ലത് കേട്ടോ. അവിടെ നടക്ക്, കൊറേ കാഴ്ചകൾ കാണണ്ട. എനിക്ക് ഇതല്ലേ കാഴ്ചന്റെ മെയിൻ ആളല്ലേ ഇജും സാഫിറും. ഞങ്ങൾ നടന്ന് തളർന്നിട്ടേ ഞങ്ങൾ കുറച്ചേരം ഇരിക്കാൻ കണ്ടപ്പോ ഇവിടെ നോക്ക ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം, നല്ല തണലുണ്ട് ഇവിടെ. ഇവനെന്തോ അവിടെ ചെയ്യുന്നുണ്ട്. എന്താ എസ് ഒക്കെ എഴുതണേ? എന്റെ പേര് വേറെ കുട്ടീന്റെ പേരാണോ? ഓന്റെ പേരാ അത്രേ. അപ്പൊ കൊറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോട്ടോ. നമ്മളെ നാട് അവിടെയാണ് കേട്ടോ. അതോ കണ്ടില്ലേ, അവിടെയാണ് നമ്മളെ നാട്. ഞാൻ അങ്ങോട്ട് പോകണം, ഭക്ഷണം കഴിക്കാൻ ഇനി വീട്ടിലേക്ക് എത്തണം. ഇതിലുണ്ട് ആളുകളൊക്കെ പണിക്ക് പോയിനത് പാക്കണ അറിയുന്ന സ്ഥലത്തുനിന്ന്. പാക്കണീന്ന് ഇങ്ങോട്ട് എളുപ്പമാണ്, ഷോർട്ട് വഴിയാണ്. അപ്പൊ ഈ സ്ഥലമൊക്കെ ആകെ കാട് മൂടി. ഇതാണ് കേട്ടോ എസ്റ്റേറ്റിന്റെ ബൗണ്ടറി ആണ്. ഈ ബൗണ്ടറി തന്നെ ഒരു വീടുണ്ട് കേട്ടോ. ഒന്നല്ല 2 വീടുണ്ട്. ആ വീട് കാണിച്ചു തരാം. എസ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള വീടാണ്. ഇതാണ് ഒരു വീട് കേട്ടോ. ഒരു വീട് അതാ താഴെ ഉണ്ട്. താഴെ ഒരു വീട് കണ്ടില്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ സ്മൈലേ, നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? സിയാബേ, അപ്പൊ ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.